വാക്ചക്ഷു എൻ്റെ കണ്ണുകൾ പെർഫെക്റ്റ് ആയിട്ട് ദൃശ്യങ്ങളെ കാണാൻ സാധിക്കണം. വാക് പ്രാണഹ എൻ്റെ ജീവൻ, ചക്ഷു ശ്രോത്രം എൻ്റെ ചെവി നന്മ നിറഞ്ഞത് കേൾക്കാൻ ഇടവരുത്തണം. ബലം ഇന്ദ്രിയാണി ച സർവാണി, എൻ്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും നല്ലോണം ബലമുള്ളതാകണം. ജീവിതം തന്നെ വർത്താകണം. ഇവിടെയും ഞാൻ എന്ന വാക്ക് യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ആണ്. അടുത്ത മന്ത്രം നമുക്ക് കേൾക്കാം. ഭദ്രം കർണേഭിഃ ശൃണുയാമദേവാ ഭദ്രം പശ്യേമാക്ഷഭിര്യജത്രാഃ സ്ഥിരൈരംഗൈഃ തുഷ്ടുവാഗംസസ്തനൂഭിർവ്യശേമ ദേവഹീതം യദായുഃ. വളരെ നല്ല ഉജ്ജ്വലമായിട്ടുള്ള അർത്ഥാണ്. ഭദ്രം കർണേഭി ശൃണുയാമദേവ, അസ്മാകം കർണേഭിഃ വയം സർവേ ജനാഃ അത്രയേവ സന്തി. അസ്മാകം കർണേ ഭദ്രം, ഭദ്ര മംഗളകരാണ് ഈ വാർത്താൻ. അത് നമ്മുടെ ചെവിയിലേക്ക് വരട്ടെ. നന്മ നിറഞ്ഞ വാർത്തകള് ഞങ്ങളുടെ ചെവികളിലൂടെ കേൾക്കുവാനിട വരട്ടെ. ഭദ്രം പശ്യേമ അക്ഷഭിര്യജത്രാഃ. അക്ഷഭിർ പ്ലൂരലാണ്, രണ്ടല്ല, ഒന്നുമല്ല. പ്ലൂരലായ സ്ഥിതിക്ക് ഞങ്ങൾ കുറേ പേരുണ്ട്. ഞങ്ങളുടെ കണ്ണുകളിലൂടെ നന്മ നിറഞ്ഞത് കേൾക്കുവാനിട വരട്ടെ. അടുത്തത് സ്ഥിരൈരംഗൈഃ തുഷ്ടുവാഗംസസ്തനൂഭിർവ്യശേമ ദേവഹീതം യദായുഃ. ആരോഗ്യമുള്ള അവയവങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ശരീരത്തിന് ഈശ്വരൻ ആയുസ് കൽപ്പിച്ചിരിക്കുന്നിടത്തോളം കാലം നന്മ നിറഞ്ഞത് പ്രവർത്തിക്കുവാനിട വരുത്തേണമേ ജഗദീശ്വര. അർത്ഥം മനസ്സിലായി? നീളം കുറച്ച് കൂടി പോയി അല്ലേ? അർത്ഥം മനസ്സിലായില്ലെന്നല്ലേ ഉള്ളൂ? ഒന്നുകൂടി പറയാം. വളരെ സ്ഥിരൈരംഗൈഹി, ആരോഗ്യമുള്ള അവയവങ്ങൾ കൊണ്ട്, തുഷ്ടുവാഗംസസ്തനൂഭിഹി, ശരിക്ക് ആനന്ദിക്കുന്ന ഈ ശരീരത്തിന് ഭദ്രം കർണേഭിഃ ശൃണുയാമദേവ ഭദ്രം പശ്യേമാക്ഷഭിര്യജത്ര സ്ഥിരൈരംഗൈഃ തുഷ്ടുവാഗംസസ്തനൂഭിർവ്യശേമ ദേവഹീതം യദായുഃ. എത്രത്തോളം ആയുസ് കൽപ്പിച്ചിട്ടുണ്ടോ അത് നന്മ നിറഞ്ഞത് പ്രവർത്തിക്കാൻ ഇടവരുത്തേണമേ ജഗദീശ്വര. വേദമന്ത്രാണ്. ശരിക്കും വേദത്തിന്റെ സന്ദേശം ഉപനിഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സത്യം വദ. സത്യം എന്ന സംസ്കൃത വാക്കിന് ഇംഗ്ലീഷ് എന്താണെന്നറിയോ? സത്യം എന്ന് പറഞ്ഞാൽ ട്രൂത്ത്, സത്യം എന്ന് പറഞ്ഞാൽ ഫാക്ട്, സത്യം എന്ന് പറഞ്ഞാൽ എസൻസ്. മൂന്നർത്ഥമുള്ളത്. സത്യം, ട്രൂത്ത്, ഫാക്ട്, എസൻസ്. അപ്പൊ സത്യം വദ എന്നും ട്രൂത്തും ഫാക്റ്റും എസൻസും സംസാരിക്കാൻ പഠിക്കണം. ധർമ്മം ചര. എന്താ ധർമ്മം? ധർമ്മം എന്ന സംസ്കൃത വാക്കിന് മൂന്ന് ഇംഗ്ലീഷ് വാക്കാ ഉള്ളത്. ഡ്യൂട്ടി, റെസ്പോൺസിബിലിറ്റി ആൻഡ് പ്രിവിലേജ്. അതാണ് ധർമ്മം. ഡ്യൂട്ടി, റെസ്പോൺസിബിലിറ്റി ആൻഡ് പ്രിവിലേജ് ഓഫ് എ മദർ ഈസ് നോൺ ആസ് മാതൃധർമ്മം, ഓഫ് എ ഫാദർ ഈസ് നോൺ ആസ് പിതൃധർമ്മം, ഓഫ് എ സൺ ഈസ് നോൺ ആസ് പുത്രധർമ്മം. അപ്പോ ധർമ്മം ചര. ആ വ്യക്തി അയാളുടെ ധർമ്മം അനുഷ്ഠിക്കണം. സ്വാധ്യായാൻ മാ പ്രമദ. നെവർ ഡീവിയേറ്റ് ഫ്രം ലേണിംഗ് ദ acquiring the knowledge, learning the subject. എന്നും പഠിച്ചുകൊണ്ടിരിക്കണം, പഠിച്ചുകൊണ്ടേയിരിക്കണം. സത്യം വദ, ധർമ്മം ചര, സ്വാധ്യായാൻ മാ പ്രമദ. സ്വാധ്യായാൻ പഠിക്കുന്നതിൽ നിന്ന്, മാ അരുത്, പ്രമദ ഡീവിയേറ്റ്. നെവർ ഡീവിയേറ്റ് ഫ്രം ലേണിംഗ്, കണ്ടിന്യൂസ്ലി ലേൺ. സത്യാൻ ന പ്രമദിതവ്യം. Never deviate from telling the truth. സത്യം പറയുന്നതിൽ നിന്ന് വ്യതിചലിക്കരുത്. സത്യാൻ ന പ്രമദിതവ്യം, ധർമാൻ ന പ്രമദിതവ്യം. ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കരുത്. കുശലാൻ ന പ്രമദിതവ്യം. സാമൂഹികമായ നല്ല ബന്ധം സൃഷ്ടിക്കുന്നതിൽ നിന്ന് വ്യതിചലിക്കരുത്. നല്ല ബന്ധം, സോഷ്യൽ റിലേഷൻ ഉണ്ടാവണം. ഭൂത്യൈ ന പ്രമദിതവ്യം. സന്തോഷകരമായ നന്മ നിറഞ്ഞ ശരിക്ക് ആസ്വദിച്ചുള്ള ജീവിതം നയിക്കുന്നതിൽ നിന്ന് വ്യതിചലിക്കരുത്. അർത്ഥം മനസ്സിലായി?
പ്രോസ്പെറസ് ആൻഡ് ലക്ഷറിയസ് ജീവിതം നയിക്കണം. ഒന്നും ഉപേക്ഷിക്കേണ്ട കാര്യമില്ല, നല്ല ജീവിതം നയിക്കണം. അവിടെ ബുദ്ധ്യൈ ന പ്രമദിതവ്യം, സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമദിതവ്യം. വാട്ട് എവർ യു ഹാവ് ലേൺഡ് ടീച്ച് അതേഴ്സ് ഓൾസോ. നെവർ ഡീവിയേറ്റ് ഫ്രം ലേണിംഗ് ആൻഡ് ടീച്ചിങ്. ഓരോ അമ്മയും ഓരോ അച്ഛനും, അച്ഛൻ എന്ന് വെച്ചാൽ പള്ളിയിലച്ഛനല്ല, അമ്മയുടെ ഭർത്താവ്, അനുഷ്ഠിക്കേണ്ട കർമ്മമാണിത്. ഇത്ര ഭംഗിയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കണം. പഠിച്ചത് മറ്റുള്ളവരെ പഠിപ്പിക്കണം. ഇതാണ് പറയുന്നത് സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമദിതവ്യം. വേദ സന്ദേശമാണ്, എസൻസ്. ഞാൻ വീണ്ടും പറയുന്നു, ഇത് ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ളതല്ല, ഒരു മതത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, ഒരു രാജ്യത്തിൽ ജീവിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല, എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. സത്യം വദ ധർമ്മം ചര സ്വാധ്യായാൻ മാ പ്രമദ സത്യാൻ ന പ്രമദിതവ്യം ധർമാൻ ന പ്രമദിതവ്യം കുശലാൻ ന പ്രമദിതവ്യം ഭൂത്യൈ ന പ്രമദിതവ്യം സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമദിതവ്യം ദേവ പിതൃകാര്യാഭ്യാം ന പ്രമദിതവ്യം. ഈശ്വരാരാധന, പിതൃക്കളുടെ ആരാധന, അതിൽ നിന്ന് ഒരിക്കലും വഴിമാറിപ്പോകരുത്. നിരന്തരം ഈശ്വരാരാധന നടത്തണം. നമുക്ക് ജന്മം നൽകിയ പൂർവീക ഋഷിവര്യന്മാരും അവരെല്ലാം, അതുപോലെ നമുക്ക് ജന്മം നൽകിയ മാതാപിതാക്കള്, അവരുടെ മാതാപിതാക്കള്, അവരുടെ മാതാപിതാക്കള്, ഇവരെല്ലാം നമ്മൾ ഇന്നും ഓർമ്മിക്കണം. യഥാർത്ഥത്തിൽ ആലോചിച്ച് നോക്കാം, കർക്കിടകത്തിലെ കറുത്ത വാവിന് പിതൃകർമ്മം നടത്താറുണ്ട്. അടുത്ത പ്രാവശ്യം ഈ അമ്പലത്തിലും നടത്തണം. അത്ര ഭംഗിയായിട്ടുള്ള മന്ത്ര. മാതൃവംശേ മൃതായേശ്ച പിതൃവംശേ തദൈവച ഗുരുശ്വശുരബന്ധൂനാം ഈശാന്യേ ബാന്ധവാ മൃതാ ഏമേ കുലേ ലുപ്തപിണ്ഡാഃ പുത്രധാര വിവർജിതാ ക്രിയാലോപഹതാശ്ചൈവ ജാത്യന്താപംഗവസ്തത. അമ്മയുടെ വംശത്തിൽ ജനിച്ചവർക്കെല്ലാം, അച്ഛൻ്റെ വംശത്തിൽ ജനിച്ചവർക്കെല്ലാം, എൻ്റെ ഗുരുവിൻ്റെ വംശത്തിൽ ജനിച്ചവർക്കെല്ലാം, എൻ്റെ അമ്മാവൻ്റെ വംശത്തിൽ ജനിച്ചവർക്കെല്ലാം, ഭാര്യയില്ലാതെ മരിച്ച ഭർത്താക്കന്മാർക്കെല്ലാം, അതുപോലെ തന്നെ ഗർഭത്തിൽ തന്നെ മരിച്ച എല്ലാ ശിശുക്കൾക്കും, ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് അവസാനം പോകുന്നത് സപ്തദ്വീപ നിവാസീനാം പ്രാണീനാം അക്ഷയ്യമുപതിഷ്ഠതു. 7 കോണ്ടിനെന്റിൽ ജീവിക്കുന്ന സർവജീവജാലങ്ങൾക്ക് നന്മ വരുത്തേണമേ ജഗദീശ്വര എന്ന് പറഞ്ഞിട്ടാണ് അവസാനീയാർഘ്യമിതം എന്ന് പറഞ്ഞ്. എത്ര നല്ല മന്ത്രം, എത്ര നല്ല സന്ദേശം. ഇതെല്ലാമാണ് നമ്മൾ ഇന്നും മിത്രാണി സഖ്യപശവശ്ച വൃക്ഷ ദൃഷ്ടാശ്ച ദൃഷ്ടാശ്ച കൃതോപകാര ജന്മാന്തരേ മമ സങ്കദാശ്ച തേഭ്യ സ്വയം പിണ്ഡബലിം ദദാമി. എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ കൂട്ടുകാർ, ഞാൻ ഭൂമിയിലേക്ക് വന്നപ്പോൾ എൻ്റെ ഭാരം 3 കിലോഗ്രാം ആയിരുന്നു. ഇപ്പം എൻ്റെ ഭാരം 65 കിലോഗ്രാമാണ്. എങ്ങനെ ഈ 3 കിലോഗ്രാമിൽ നിന്ന് 65 കിലോഗ്രാം വരെ വളർന്നത്? എത്രയോ ചെടികളുടെ ഇല, പൂവ്, കായ, പഴങ്ങള്, തൊലി, വേര്, ഇതെല്ലാം എൻ്റെ ഭക്ഷണത്തിലുണ്ടായിരുന്നു. എത്രയോ വൃക്ഷങ്ങളുടെ പൂവ്, ഇല, കായ ഉണ്ടായിരുന്നു. എത്രയോ മൃഗങ്ങളുടെ പാലും മുട്ടയും എല്ലാം കഴിച്ചിട്ടാണ്. നിങ്ങൾ മുട്ട കഴിക്കണ്ടെങ്കിൽ നിർത്തുക, മാംസം കഴിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തോടുകൂടി നിർത്താം. അതാണ് ഏറ്റവും നല്ല പരിപാടി. 10 ലക്ഷാർച്ചനയിൽ പങ്കെടുക്കുന്ന എഫക്റ്റാണ് ഈ നോൺ വെജിറ്റേറിയൻ ഒഴിവാക്കിയാൽ. അപ്പോൾ എത്രയോ മൃഗങ്ങളുടെയും സസ്യങ്ങളുടെയും ഉൽപ്പന്നം കഴിച്ചിട്ടാണ് എൻ്റെ ശരീരം വളർന്നത്. അതുകൊണ്ട് അവയോടൊക്കെ എനിക്ക് കടപ്പാടുണ്ട്. അതുകൊണ്ടാ പറയാം, മിത്രാണി സഖ്യ പശവശ്ച വൃക്ഷാഃ ദൃഷ്ടാശ്ച അദൃഷ്ടാശ്ച കൃതോപകാര. നേരിട്ട് വന്ന് എന്നെ സഹായിച്ചവര്, പരോക്ഷമായിട്ട് എന്നെ സഹായിച്ചവര്, ജന്മാന്തരേയേ മമ സങ്കദാശ്ച ജന്മാന്തരങ്ങളില് എന്നെ സഹായിച്ചവർ ആരെല്ലാം ഉണ്ടോ അവർക്കെല്ലാം തേഭ്യ സ്വയം പിണ്ഡബലിം ദദാമി. ഞാൻ ഈ പിണ്ഡബലി ഇവിടെ കൊടുക്കുന്നു. എന്തൊരു രസമായിട്ടുള്ള മന്ത്രം അറിയാം. അത് ആരംഭിക്കുന്നത് തന്നെ ആ ബ്രഹ്മണോയേ പിതൃവംശജാതാ മാതുസ്തദാ വംശപവാമദീയ വംശദ്വയേസ്മിൻ മമ ദാസഭൂത എന്ന് പറഞ്ഞ് ആരംഭിച്ച് അവസാനിക്കുന്ന മന്ത്രങ്ങളാണ്. അപ്പൊ ദേവ പിതൃകാര്യാഭ്യാം ന പ്രമദിതവ്യം. ഈശ്വരാരാധന, പിതൃക്കളുടെ ആരാധന നിരന്തരം നടത്തണം. ഇത് വേദമന്ത്രം. പരമമായ ഈശ്വരൻ ആര് എന്ന് ചിലപ്പോൾ ചിലര് ചോദിക്കാറുണ്ട് എൻ്റെ അടുത്ത്. അതിന് ഞാൻ വേദമന്ത്രങ്ങളെ ഉത്തരം പറയാം. ന തത്ര ചക്ഷുർഗച്ഛതി ന വാഗ്ഗച്ഛതി നോ മനഃ ന വിദ്മോ ന വിജാനീമോ യഥൈതദനുശിഷ്യാത്. മനസ്സിലാക്കേണ്ട വരികളാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് ചിലപ്പോൾ ഭയങ്കര സന്തോഷം തോന്നുക. ഈശ്വരനെ കുറിച്ച് എങ്ങനെയാ വിവരിക്കുക? ന തത്ര
ചക്ഷുർഗച്ഛതി, കണ്ണ് ഈശ്വരന്റെ അടുത്തേക്ക് പോവില്ല. കാരണം ഈശ്വരനെ കാണാൻ സാധിച്ചവരാരെങ്കിലും ഉണ്ടോ ഇവിടെ? ഉണ്ടെങ്കിൽ ഒരാൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മുടെ ദേവസ്വം മന്ത്രി. അപ്പോ യഥാർത്ഥത്തില് നതത്ര ചക്ഷുർഗച്ഛതി, അവിടേക്ക് കണ്ണു പോവില്ല. ന വാഗ്ഗച്ഛതി, നമ്മളുടെ വാക്ക് അവിടേക്ക് പോവില്ല, വാക്കുകൊണ്ട് വിവരിക്കാൻ സാധ്യമല്ല. നോ മനഃ, മനസ്സ് അവിടേക്ക് എത്തില്ല. ന വിദ്മോ, അറിയുന്നവരാരുമില്ല. ന വിജാനീമോ, അറിയിക്കാൻ കഴിവുള്ളവരാരുമില്ല. യഥൈതദനുശിഷ്യ, പിന്നെ എങ്ങനെയാ മക്കളെ ഞാൻ നിങ്ങളെ ഇത് പഠിപ്പിക്ക? ഈ ചോദ്യം എന്റെയാണ് കേട്ടോ. പിന്നെ എങ്ങനെയാ ഞാൻ നിങ്ങളെ പഠിപ്പിക്ക? അവര് തന്നെ ഋഷിവര്യന്മാര് പറയുന്നു, കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ല, വാക്കുകൊണ്ട് വിവരിക്കാൻ സാധ്യമല്ല, മനസ്സുകൊണ്ട് മനനം ചെയ്യാൻ സാധ്യമല്ല, അറിയാവുന്നവരാരുമില്ല, അറിയിക്കാൻ കഴിവുള്ളവരാരുമില്ല, പിന്നെ എങ്ങനെയാ ഞാൻ ഈ പഠിപ്പിക്കാം? ഇന്നസെന്റ് ചോദിച്ച മാതിരി, അത് ചോദിച്ച മാതിരി ഇന്നസെന്റ് ചോദിച്ചു, പിന്നെ ഇങ്ങനെയും ഞാൻ പഠിപ്പിക്കാം എന്ന് ചോദിച്ചോ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈശ്വരനെ കുറിച്ചൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള ഡെഫിനിഷൻ വേദത്തിലുണ്ട്. ശരിക്കും അകത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് നല്ലോണം മനസ്സിലാക്കും. ശരിക്കും ചില സ്ഥലത്തൊക്കെ പറയുന്നുണ്ട് സൂര്യനെ, നതത്ര സൂര്യോഭാതി ന ചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാന്തി കുതോയമഗ്നി തമേവ ഭാന്തം അനുഭാതി സർവം തസ്യ ഭാഷാ വിശ്വമിദം വിഭാതി. അവസാനത്തെ ഡെഫിനിഷനാ, വേദമന്ത്രങ്ങളുടെ ഡെഫിനിഷനാണ്. ഈ പരമമായ സത്യത്തിന്റെ മുമ്പില്, ഈശ്വര ചൈതന്യത്തിന്റെ മുമ്പില് നതത്ര സൂര്യോഭാതി, സൂര്യന്റെ പ്രകാശം ഒന്നുമല്ല. റാന്നിയിലും കോതമംഗലത്തും കോഴഞ്ചേരിയിലും 3 ദിവസമായിട്ട് മാതാവിനെ കാണാൻ, കന്യാമറിയത്തെ കാണാൻ സൂര്യനെ നേരിട്ട് നോക്കിയ പാർട്ടീസ് എന്താ കണ്ടതെന്ന് മനസ്സിലായല്ലോ. ആശുപത്രിയിലുണ്ട് ഇപ്പൊ. കന്യാമറിയത്തെ സൂര്യനെ കാണാൻ 6 മില്യൺ ഡിഗ്രി സെന്റിഗ്രേഡിൽ കത്തുന്ന സൂര്യനിന്റെ അതിനകത്താണ് കന്യാമറിയ ഇരിക്കുന്നത്. അടിപൊളിയാണല്ലോ അല്ലേ? 6 മില്യൺ ഡിഗ്രി സെന്റിഗ്രേഡിൽ കന്യാമറിയം മാതാവിനെ കാണാൻ വേണ്ടിയിട്ട് വിശ്വാസികളെല്ലാം അതിന് അരമണിക്കൂർ നോക്കിയിരുന്നു. കുറച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് നോക്കിയപ്പോൾ കണ്ണ് കാണുന്നില്ല. ഓഫ്താൽമോളജിസ്റ്റിന്റെ അടുത്ത്, കണ്ണ് ഡോക്ടറുടെ അടുത്തേക്ക് പോകുമ്പോഴത്തേക്കും 6 മാസം കഴിഞ്ഞ് പറയാം ഇനി കാണാൻ പറ്റുമോ ഇല്ലയോ എന്ന് പറയാം. 6 മാസം കഴിഞ്ഞ് പറയാം ഇനി കാഴ്ച തിരിച്ചു കിട്ടുമോ ഇല്ലയോ എന്ന്. അപ്പോ ശരിക്കും ചിലതൊക്കെ ചെയ്യുമ്പോൾ അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും വരുന്നതിന്റെ അവസാനത്തെ ലക്ഷണം ഇതൊക്കെ. പണ്ട് വേറൊരെണ്ണം ഉണ്ടായിരുന്നു റാന്നിയില്. റാന്നി പള്ളിയുടെ ഇപ്പുറത്ത് ശരി നമുക്കിത് ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാണ്, ഒരു മതത്തെ കുറിച്ച് വിവരിക്കുകയല്ല. അർദ്ധരാത്രിക്ക് 12 മണി കഴിഞ്ഞ ഒരു വീട്ടിലെ ഒരാള് മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വന്നപ്പോ പള്ളിയില് മോളില് യേശുക്രിസ്തുവിന്റെ രൂപത്തിന്റെ വയറ്റില് കന്യാമറിയത്തിന്റെ രൂപം. യേശുക്രിസ്തുവിന്റെ രൂപത്തിന്റെ വയറ്റില് അർദ്ധരാത്രിക്ക് കന്യാമറിയത്തിന്റെ രൂപം. കാട്ടുതീ മാതിരി പടർന്നു. ഏഷ്യാനെറ്റ് അവിടെ ചെന്ന് ഫോട്ടോ എടുത്ത അച്ഛന്റെ ഫോട്ടോ എടുത്ത, യേശുക്രിസ്തുവിന്റെ ഫോട്ടോ അല്ല, പള്ളിയിലച്ഛന്റെ ഫോട്ടോ എടുത്ത് ചോദിച്ചു, ഇത് സാധിക്കുമോ അച്ഛോ? യേശുക്രിസ്തുവിന്റെ ഈ ഭാഗത്ത് കന്യാമറിയത്തിന് അച്ഛനാണെങ്കിൽ പോരുന്നിടത്തോളം പോരട്ടെ എന്ന് പറഞ്ഞു. സംഭവിച്ചുകൂടായികയില്ല എന്ന് അച്ഛൻ പറഞ്ഞു. അപ്പോ ഏഷ്യാനെറ്റുകാർ എന്നെ വിളിച്ചു ചോദിച്ചു, സാറേ ഇത് സംഭവിക്കുമോ സാറേ? ഞാൻ പറഞ്ഞു കന്യാമറിയത്തിന്റെ വയറ്റിൽ യേശുവിനെ കണ്ടു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം, യേശുവിന്റെ വയറ്റിൽ കന്യാമറിയത്തെ കണ്ടു എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഇത് ശരിയാവുക? അപ്പോഴാ അച്ഛൻ അബദ്ധം മനസ്സിലായത്. ഓട്ടനെ അച്ഛൻ ഏഷ്യാനെറ്റിലേക്ക് വിളിച്ചു പറഞ്ഞു, ഞാൻ പറഞ്ഞത് കൊടുത്തേക്കല്ലേ കേട്ടോ. കാരണം കന്യാമറിയത്തിന്റെ വയറ്റിൽ യേശുവിനെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം അങ്ങനെയാണെന്ന് അവർ പറയുന്നത്. ഇത് തിരിച്ചായാലുള്ള അവസ്ഥ എന്താ? അപ്പൊ പരമാവധി പോരട്ടെ എന്ന് പറഞ്ഞിട്ടാ ഇതിനൊക്കെ പബ്ലിസിറ്റി കൊടുക്കുന്നത്. എന്തൊരു അബദ്ധമായി കാണിക്കുന്നത്. ഞാൻ തിരിച്ച് നമ്മുടെ മന്ത്രത്തിലേക്ക് വരാം. ശരിക്ക് നതത്ര സൂര്യോഭാതി, സൂര്യന്റെ പ്രകാശം പരമമായ സത്യത്തിന്റെ മുമ്പിൽ ഒന്നുമല്ല. ന ചന്ദ്രതാരകം, ചന്ദ്രന്റെയും താരകങ്ങളുടെ പ്രകാശം ഒന്നുമല്ല. നേമാ വിദ്യുതോ ഭാന്തി, ഇടിമിന്നലിന്റെ പ്രകാശം അവിടെ ഒന്നുമല്ല. കുതോയം അഗ്നിഹി, അവിടെ അഗ്നിയുടെ പ്രകാശം ഒന്നുമല്ല. തമേവ ഭാന്തം അനുഭാതി സർവം, അത് തന്നെത്താനെ പ്രകാശിക്കുക. ഈശ്വര ചൈതന്യം തന്നെത്താനെ പ്രകാശിക്കണം. തസ്യ ഭാഷ സർവമിതം വിഭാതി, ഈ പ്രപഞ്ചം മുഴുവനും ആ ഈശ്വരന്റെ ചൈതന്യം കൊണ്ട് പ്രകാശിക്കാം. ഇപ്പൊ ഗോപാലകൃഷ്ണൻ ഇത് നിങ്ങളോട് പറഞ്ഞത്, ഇന്ന് സയൻസ് എത്തി നിൽക്കുന്നത് ഇവിടെയാ. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞൊരു വരി പറഞ്ഞിരുന്നു, വേദമന്ത്രം ലോകത്തിലെ പണ്ഡിതരുടെയും ചിന്തകരുടെയും ശാസ്ത്രജ്ഞന്മാരുടെയും പഠനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. സർവചരാചരങ്ങളെ പ്രകാശിപ്പിക്കുന്ന ഒരു ചൈതന്യമുണ്ട്, വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും വിവരിക്കാൻ സാധ്യമല്ല എന്ന് വേദം പറഞ്ഞത് എത്ര കറക്റ്റ് അറിയോ? കറക്റ്റാണെന്ന് അറിയാൻ ഒരു വിഷമവും ഇല്ല.
നിങ്ങൾ നമ്പൂതിരിയും എമ്പ്രാന്തിരിയും ഒന്നും ആവേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഇത്ര പേര് ഈ ലോകത്തിലില്ലേ? എല്ലാവരുടെയും മൂക്ക് താഴത്തേക്കല്ലേ? ഇതൊന്ന് തിരിച്ചിട്ടാൽ എന്തായിരിക്കും സംഭവിക്കുക? 657 കോടി ജനങ്ങളാ ഭൂമിയിലുള്ളത്. ഒരാളുടെ മൂക്ക് പോലും തിരിച്ചല്ല. തിരിച്ചായിരുന്നു എങ്കിൽ ഈ ഹൈവേയുടെ അപ്പുറത്തേക്ക് പോകണം. കർക്കിടക മാസത്തില് കയ്യിൽ കൊടയില്ല, റോട്ടിൽ ആരുമില്ല. എന്തായിരിക്കും സംഭവിക്കുക? മഴയത്ത് മൂക്ക് തിരിച്ചാണ്. എന്തു ചെയ്യും? അപ്പുറത്തേക്ക് പോകണം, മൂക്ക് തിരിച്ചാണ്, കൊട കയ്യിലില്ല, നല്ല മഴയുണ്ട. എന്താ സംഭവിക്കുക? ഞാൻ പറയണ്ടല്ലോ. അപ്പൊ ഏതോ ഒരു ശക്തി തീരുമാനിച്ചു എല്ലാവരുടെയും മൂക്ക് താഴത്തേക്കാവണം. സാമ്പാറിന് കടുക് വറക്കുന്ന സമയത്ത്, കടുക് പൊട്ടുന്ന സമയത്ത് മൂക്കിലേക്ക് ഒരു കടുക് പോയാൽ വലിയ കുഴപ്പമൊന്നും വരാനില്ല. അതിലേക്ക് പോയാൽ നന്നായിരിക്കും. കണ്ണിലേക്ക് പോകരുത്. അതുകൊണ്ട് ആ കണ്ണിന് മാത്രം അടപ്പ് കൊടുത്തത്. ആരാ ഈ കണ്ണിന് അടപ്പ് കൊടുത്തത്? ആവശ്യമുള്ള സമയത്ത് അടയ്ക്കാൻ. പിന്നെ ചെറുപ്പക്കാർക്ക് വിമൻസ് കോളേജിന്റെ അടുത്ത് പോകുമ്പോൾ കണ്ണടയ്ക്കാൻ. അപ്പൊ ആ കണ്ണടയ്ക്കാൻ ആ ഐഡിയ ആരുടെയാ സൃഷ്ടി? എത്ര പേരിവിടെ ഉണ്ടല്ലോ. എത്ര പേരാ ഇവിടെ ഉള്ളത്? എല്ലാവർക്കും 32 പല്ലല്ലേ ഉള്ളത്. ഈ 32 എന്ന നമ്പർ എങ്ങനെ ഉണ്ടായത്? നല്ലൊരു ഡോക്ടറോട് എന്ന് ചോദിക്കാം. MBBS, MD, FRCS, MRCP ഡോക്ടറോട് എന്ന് ചോദിച്ചാൽ, സാർ ഡോക്ടറല്ലേ, ഈ 32 എന്ന നമ്പർ ആരാ കണ്ടുപിടിച്ചത്? പല്ല് 32 വേണമെന്ന്. അപ്പൊ അദ്ദേഹം പറയും, തനിക്ക് തലയ്ക്ക് സുഖമില്ലാന്ന് വെച്ചിട്ട് എനിക്ക് സമയമില്ല, അവർ കഴിച്ച് പിന്നെ വരാൻ പറയും. അപ്പൊ ഈ 32 എന്ന നമ്പർ ആരാ കൊടുത്തതെന്ന് അറിഞ്ഞൂടാ. നമ്മുടെ ശരീരത്തിനകത്ത് ഇൻഡസ്ട്രൈനിൽ കൂടെ ഭക്ഷണം പോകുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ധാരാളം ആൾക്കാർ വന്നിട്ടുണ്ട്, അന്നദാനം ഉണ്ട്. അതുകൊണ്ട് അപ്പൊ ആ ഊണ് കഴിച്ചാൽ ആ ഭക്ഷണത്തിലെ ഓരോ ഐറ്റവും നമ്മുടെ കുടലിൽ നിന്ന് അകത്തേക്ക് എടുക്കും. വിറ്റാമിൻ A എടുക്കും, വിറ്റാമിൻ B എടുക്കും, C എടുക്കും, D എടുക്കും, E എടുക്കും, K എടുക്കും, പൊട്ടാസ്യം എടുക്കും, സോഡിയം എടുക്കും. എല്ലാം എടുത്ത് എവിടേക്കാണോ കൊണ്ടുപോകേണ്ടത് അവിടെ കൊണ്ടുവന്ന് ഈ രക്തം എത്തിക്കും. ഇതെല്ലാം സെലക്റ്റീവായിട്ട് എങ്ങനെയാണ് നമ്മുടെ രക്തം വലിച്ചെടുക്കുന്നത്? എങ്ങനെയാ കുടല് വലിച്ചെടുക്കുന്നത്? എങ്ങനെയാ അയോഡിൻ നേരെ കൊണ്ടുപോയിട്ട് തൈറോയിഡ് ഗ്ലാൻഡിന്റെ അടുത്ത് കൊണ്ട് എത്തിക്കുന്നത്? എങ്ങനെയാ ഈ അയേൺ എടുത്ത് ഹീമോഗ്ലോബിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത്? ഈ ശരീരത്തിനകത്ത് നടക്കുന്ന ഒരു കാര്യത്തിലും നിങ്ങൾക്ക് കൺട്രോൾ ഉണ്ടോ? 37.3 ഡിഗ്രിയാ ബോഡി ടെമ്പറേച്ചർ. ഒന്ന് പറഞ്ഞു നോക്കാം. ഞാൻ ഭരണകക്ഷിയാണ്, 40 ഡിഗ്രി വേണമെന്ന്. 37.3 ഇപ്പൊ നിങ്ങളുടെ ടെമ്പറേച്ചർ, ബോഡി ടെമ്പറേച്ചർ. അത് 40 ഡിഗ്രി ആക്കണം എന്നൊന്ന് പറഞ്ഞു നോക്കാം. ഇന്നലെ ബഡ്ജറ്റ് അവതരിപ്പിച്ചല്ലോ, അദ്ദേഹത്തിനോട് തന്നെ പറഞ്ഞു നോക്കാം. കൺസെഷൻ കുറച്ച് ന്യൂനപക്ഷങ്ങളുടെ ടെമ്പറേച്ചർ 40 ഡിഗ്രി ആക്കണം. കണ്ടമാന എമൗണ്ട് ഇപ്പൊ അവർക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതും കൂടി ഒന്ന് കൂട്ടട്ടെ, ബോഡി ടെമ്പറേച്ചർ 40 ആകട്ടെ. പറ്റില്ല. ഇവരാരും വിചാരിച്ചാലും പറ്റില്ല. ചിലപ്പോൾ ഞാനിങ്ങനെ പറയാറുണ്ട്, ലോകത്തിൽ ചിരിക്കുകയും കരയുകയും ചെയ്യാത്ത 3 പേരേ ഉള്ളൂ. ഒന്ന് ശ്രീകൃഷ്ണൻ, ചിരിച്ചിട്ടുമില്ല കരഞ്ഞിട്ടുമില്ല. 3 വേദവ്യാസൻ, അദ്ദേഹം ചിരിച്ചിട്ടുമില്ല കരഞ്ഞിട്ടുമില്ല. 3ാമത്തേത് മൻമോഹൻ സിംഗ്, അങ്ങേര് ചിരിച്ചിട്ടുമില്ല കരഞ്ഞിട്ടുമില്ല. അപ്പൊ യഥാർത്ഥത്തില് ഇവരാരും വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ശരീരത്തിനകത്തെ ഒരു മാറ്റത്തിനും നമുക്ക്, ഇതിന്റെ ഉടമസ്ഥരായ നമുക്ക് പറയാൻ സാധ്യമല്ല. ഇത് ഞാൻ തിരിച്ചിട്ടത് എന്തിനാണ്? നത്ര സൂര്യോഭാതി ന ചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാന്തി കുതോയം അഗ്നിഹി തമേവ ഭാന്തമനുഭാതി സർവം തസ്യ ഭാഷാ വിശ്വമിദം വിഭാതി. ഇതൊക്കെ വിവരിച്ചു കഴിഞ്ഞപ്പോ സ്വാമി വിവേകാനന്ദൻ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ പ്രഭാഷണം നടത്തി. ശരിക്കും വികാരാധീനനായി വിവേകാനന്ദൻ. വികാരം കൊണ്ട് അങ്ങനെ തളർന്നു നിൽക്കുമ്പോൾ ഒരു സ്റ്റുഡന്റ് ചോദിച്ചു, സ്വാമിജി, യു ആർ ടെല്ലിംഗ് സോ മെനി ഗ്രേറ്റ് തിങ്സ്, വി ആർ നോട്ട് ഇൻ എ പൊസിഷൻ ടു അണ്ടർസ്റ്റാൻഡ് എനി ഓഫ് ദീസ് തിങ്സ്. Can you tell us how to live in this world? അർത്ഥം മനസ്സിലായി? നിങ്ങൾ കുറേ കാര്യങ്ങൾ ഇവിടെ ലണ്ടൻ യൂണിവേഴ്സിറ്റി പറഞ്ഞു. ഇതൊന്നും ഞാൻ അങ്ങോട്ട് മനസ്സിലാവണമില്ല, കാരണം ഞങ്ങൾ ഇംഗ്ലീഷുകാരാ. അപ്പൊ യഥാർത്ഥത്തിൽ എങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടതെന്നൊന്ന് പറഞ്ഞു തരൂ എന്നാണ് യഥാർത്ഥത്തില് ചോദിച്ചത്. ആ വികാരത്തിൽ പറഞ്ഞ ഉത്തരാണ് ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാ നിബോധത ക്ഷുരസ്യ ധാരാ നിശിതാ ദുരത്യയ ദുർഗം പദസ്തത്കവയോ വദന്തി. ചില സംസ്കൃത വരികളൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ധരിച്ചു നിന്നു പോകും. ചിലപ്പോ ഉത്തിഷ്ഠത എഴുന്നേൽക്ക, get up, arise, ജാഗ്രത awake. ജാഗ്രത എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? Remember that you are living on the surface of the globe, earth. You are living. ജഗത്തിലാണ് നിലനിൽക്കുന്നത് എന്ന ബോധമുണ്ടാകണം എന്നുള്ളതിന് പറയുന്ന പേരാണ് ജാഗ്രത. അർത്ഥം മനസ്സിലായി?
നല്ല ട്രാൻസ്ഫോമറിന്റെ മുമ്പിൽ ഒരു തലയോടും 2 എല്ല് കഷ്ണം വെച്ചിട്ട് എഴുതി വെച്ചിട്ടുണ്ടല്ലേ, ജാഗ്രത. എന്താ ഇതിന്റെ അർത്ഥം? ഇത് ട്രാൻസ്ഫോമർ ആണെന്നുള്ള ബോധം ഉണ്ടാവണം. കയറി അതിൽ ചാരിയിരുന്ന് കപ്പലണ്ടി തിന്നാൽ ചിലപ്പോ പുറത്തേക്ക് വന്നൊന്നും വരില്ല. ജാഗ്രത, എവിടെയാ നിൽക്കുന്നത് എന്നുള്ള ബോധമുണ്ടാകണം. അതാണ് അതിന്റെ അർത്ഥം. അർത്ഥം തെറ്റൊന്നുമില്ല. എവിടെയാ ജീവിക്കുന്നത്, ആരോടാ സംസാരിക്കുന്നത്, എന്താ പറയുന്നത്, എന്താ പ്രവർത്തിക്കുന്നത് എന്നുള്ള ബോധം ഉണ്ടാവുക. ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യവരാ നിബോധത. സ്റ്റോപ്പ് നോട്ട് ടിൽ ദ ഗോൾ ഈസ് അച്ചീവ്ഡ്. ലക്ഷ്യം എത്തുന്നത് വരെ വിശ്രമിക്കാതിരിക്കാം. ക്ഷുരസ്യ ധാരാ നിശിതാ ദുരത്യയാ ദുർഗം പദസ്തത്കവയോ വദന്തി. ബാർബറുടെ തലമുടി വെട്ടുന്ന ആളുടെ കയ്യിലുള്ള കത്തി എത്ര ഷാർപ്പാണോ, ആ ഷാർപ്പായിട്ടുള്ള കത്തിയിൽ കൂടെ നടക്കുന്നത് പോലെയാണ് ഈ ലോകത്തിൽ ധർമ്മബോധത്തോടുകൂടി ജീവിക്കുക എന്ന് പറയുന്നത്. ഒന്നുകൂടി അത് തന്നെ പറയാം. ഷാർപ്പായിട്ടുള്ള കത്തിയുടെ മുകളിൽ കൂടെ നടക്കുന്നത് എത്രത്തോളം ദുഷ്കരമാണോ അത്രയും ദുഷ്കരമാണ് ധർമ്മബോധത്തോടുകൂടി ഈ ഭൂമിയിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ. ഇത് പറഞ്ഞ ആ വ്യക്തി അപ്പോ സ്വാമി വിവേകാനന്ദന്റെ ശിഷ്യനായി. എന്നിട്ട് ശിഷ്യനായപ്പോൾ പറഞ്ഞെന്താ, അങ്ങ് പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായില്ല, പക്ഷെ മനസ്സിലാക്കേണ്ടതാണെന്ന് മനസ്സിലായി, അതുകൊണ്ട് ഞാൻ അങ്ങയുടെ ശിഷ്യനാവാണ്. വളരെ റിയലിസ്റ്റിക്കാണ്. അപ്പൊ നമ്മളുടെ ഈ വേദമന്ത്രങ്ങളെല്ലാം ഇത്ര രസകരമാണ്. അതിൽ ഓരോന്നിനും ഓരോ സന്ദേശമുണ്ട്. ആ സന്ദേശങ്ങളെല്ലാം കേട്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതിലപ്പുറത്തുള്ള സന്ദേശങ്ങൾ നമുക്കിതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. എന്താ പരമമായ സത്യം? യതോ വാ ഇമാനി ഭൂതാനി ജായന്തി ഏന വാ ജാതാനി ജീവന്തി യത് പ്രയത്യപി സംവിശന്തി തത് വിജിജ്ഞാസസ്വ തത് ബ്രഹ്മേതി. ശബ്ദം കൂടുന്നുണ്ടോ? ചിലപ്പോൾ ചില സംസ്കൃത വാക്കുകൾ പറയുമ്പോൾ അതിങ്ങനെ തൃശ്ശൂർ പൂരത്തിലെ കഥന പൊട്ടണമാതിരി പറയണം, എന്നാലേ രസമുള്ളൂ. യതോ വാ ഇമാനി ഭൂതാനി ജായന്തി. ഏതിൽ നിന്നാണോ ഈ 16 ലക്ഷം തരത്തിലുള്ള ജന്തുക്കളും 4 ലക്ഷം തരത്തിലുള്ള സസ്യങ്ങളും 80,000 തരത്തിലുള്ള വൃക്ഷങ്ങളും 10 ലക്ഷം തരത്തിലുള്ള സൂക്ഷ്മ ജീവികളും ഏതിൽ നിന്നാണോ ഉത്ഭവിച്ചത്, അവയുടെ അന്ത്യത്തില് അത് ഏതിലേക്കാണോ ചെന്ന് ചേരുന്നത്, ഇതിനിടയ്ക്ക് ഏതുകൊണ്ടാണോ നിലനിൽക്കുന്നത്, തദ്വിജിജ്ഞാസസ്വ, അതിനെക്കുറിച്ച് മനസ്സിലാക്കുക. തദ്ബ്രഹ്മേതി, അതാണ് പരമമായ സത്യം. ഇതൊക്കെ കേൾക്കുമ്പോൾ എന്താ തോന്നുക? അതായത് ഞാനും നിങ്ങളുമൊക്കെ എങ്ങനെയാ വന്ന ഈ ഭൂമിയിലേക്ക് ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ ഇല്ലാതെയാവുന്നത് എന്താണെന്നറിയോ? തലക്കനം. അതൊന്നില്ലാണ്ട് അഹങ്കാരം. ഞാൻ ആരാണ്? ഞാൻ ആരുമല്ല, ഒന്നുമല്ലെന്ന് മനസ്സിലാവും. ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞു, സാർ രാത്രി 11:30 മണിക്ക് 11:30ക്ക് ശേഷം എന്നെ വിളിക്കുന്നവരൊക്കെ മലപ്പുറത്തുനിന്നാണ്. അപ്പോൾ യഥാർത്ഥ 11:30ക്ക് വിളിച്ചു പറഞ്ഞു, സാർ ഒരു ദുഃഖമുണ്ട് സാർ. ശരി, എന്താ ദുഃഖം? നല്ല ഉറക്കത്തിലാണ് ഞാൻ. സാർ എനിക്ക് വലിയ ദുഃഖമുണ്ട് സാർ. ആ എന്താ ദുഃഖം? പറയാം. ഞാനൊരു UP സ്കൂളിലെ അധ്യാപകനാണ്. ശരി, നന്നായി. ഞാൻ കാരണമല്ല, തന്നെത്താനെ ആയതാ. സാർ എന്നോട് അതിൻ്റെ ഹെഡ് മാസ്റ്റർ ആവാൻ പറഞ്ഞു. ശരി, അപ്പം എന്തായി? ഞാൻ വേണ്ട പറഞ്ഞു. ശരി, ഇപ്പം എന്താ പറ്റിയത്? ഇപ്പം വേറൊരാളാണ് ഹെഡ് മാസ്റ്റർ. ആ ശരി, എന്താ പ്രശ്നം? അയാൾ എൻ്റെ മുമ്പിൽ കൂടെ ഞെളിഞ്ഞ് നടക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ വയ്യ സാർ. 11:30 മണിക്ക് വിളിച്ചു പറയാം. അതായത് അവനവനോടാവാൻ പറഞ്ഞു, ആയില്ല, വേറൊരുവനായി. അടുത്ത ആളെ കണ്ടെത്താതെ പറ്റില്ല അവർക്ക്. എന്നിട്ട് അയാൾ മുമ്പിൽ കൂടെ നടക്കുമ്പോഴത്തേക്ക് ഞെളിഞ്ഞ് നടക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ വയ്യ. അപ്പം ഞാൻ പറഞ്ഞു, ഏതായാലും നിങ്ങൾക്ക് ഹെഡ് മാസ്റ്റർ ആവാൻ സാധിച്ചില്ല. വിദ്യാർത്ഥികളുടെ മനസ്സിൽ നല്ലൊരു അധ്യാപകനായിട്ട് അവസാനം വരെ ജീവിക്കാം, നല്ല രീതിയിൽ ജീവിക്കാം. മാത്രമല്ല, ഒന്നുകൂടി ഓർക്കാം, നിങ്ങളുടെ ഹെഡ് മാസ്റ്റർ മരിച്ച് അദ്ദേഹത്തിന്റെ ശരീരം കത്തിച്ചാലും 58 ഗ്രാം ചാരേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ശരീരം കത്തിച്ചാലും 58 ഗ്രാം ചാരേ ഉണ്ടാവുള്ളൂ. ഈ ചാരം എടുത്ത് തെങ്ങിന്റെ കടയിലിട്ടിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ ആ ചാരം മൊത്തം തെങ്ങ് വലിച്ചെടുക്കും. ആ തെങ്ങിൽ ഒരു കരിക്കെടുത്തൊരു മന്ത്രിക്ക് കൊടുത്താൽ നിങ്ങളുടെ ചാരം മന്ത്രിയുടെ വയറ്റില്. അപ്പൊ ഇത്രയേ ഉള്ളൂ ജീവിതം എന്ന് പറയുന്നത്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ ദിവസം നിങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല, അടുത്ത നൂറ്റാണ്ടിൽ ഈ ദിവസവും നിങ്ങൾ ഈ ഭൂമിയിലില്ല. പിന്നെ എന്താ പ്രശ്നം എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ ഉടനെ അദ്ദേഹം പറഞ്ഞു, സന്തോഷമായി സാർ, ഇത് ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞോട്ടെ. അപ്പൊ പ്രോബ്ലം ഇദ്ദേഹത്തിനായിരുന്നില്ല, പ്രോബ്ലം ഭാര്യയ്ക്കായിരുന്നു.
അപ്പൊ ഇത് ഭാര്യയോട് പറഞ്ഞു. അപ്പൊ ശരിക്ക് ഇങ്ങനെയുള്ള ഫിലോസഫി, ജീവിതത്തിന്റെ പരമമായ സത്യങ്ങളെ കുറിച്ച് ഒന്ന് കേൾക്കാൻ, ഒന്ന് പഠിക്കാൻ, ഈ മന്ത്രങ്ങളിലുള്ള ചില സന്ദേശങ്ങൾ, ചിലതൊക്കെ പറയുന്നില്ല, കുറേ മന്ത്രങ്ങൾ ഇപ്പൊ പറയാം. ശരിക്കും ഇങ്ങനെ എല്ലാവരും ഇരിക്കല്ലേ? ഞാൻ സ്റ്റേജിൽ കയറി വരുമ്പോ ഒരു വേദമന്ത്രം ചൊല്ലേണ്ടിയിരുന്നു. എന്തായിരുന്നു മന്ത്രം അറിയാം? നമഃ സഭാഭ്യ സഭാപതിഭ്യശ്ച വോ നമോ നമഃ സ്വഭ്യോ ജാഗ്രദ്ഭ്യശ്ച വോ നമോ നമസ്തിഷ്ഠഭ്യോ ധാവദ്ഭ്യശ്ച വോ നമോ നമഃ. ഇത് പറഞ്ഞിട്ട് വേണ്ടിയിരുന്നു ഞാൻ തുടങ്ങാൻ. പക്ഷെ അപ്പൊ പറഞ്ഞ അതിന്റെ അർത്ഥം മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഇപ്പൊ പറയാൻ തീരുമാനിച്ചത്. സഭയിലുള്ള എല്ലാവർക്കും നമസ്കാരം. നമഃ സഭാഭ്യഃ സഭാപതിഭ്യശ്ച. ചെയർമാൻ ഈശ്വരാനുഗ്രഹം കൊണ്ടില്ല. ഇവിടെ ഒരു അധ്യക്ഷൻ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് നമസ്കാരം. നമഃ സ്വഭ്യഃ. ഇതിനകത്തിരുന്ന് ഉറങ്ങുന്നവർക്ക് നമസ്കാരം. സ്വഭ്യഃ ഉറങ്ങുന്നവരുണ്ടെങ്കിൽ അവർക്ക് നമസ്കാരം. നമോ ജാഗ്രദ്ഭ്യശ്ച. ഉറങ്ങാതിരിക്കുന്നവർക്ക് നമസ്കാരം. നമസ്തിഷ്ഠഭ്യഃ. ഗോപാലകൃഷ്ണന്റെ പ്രഭാഷണം കേട്ട് ബോറടിച്ച് എഴുന്നേറ്റ് പോകാൻ പോകുന്നവർ, എഴുന്നേൽക്കുന്നവർക്ക് നമസ്കാരം. സ്തിഷ്ഠഭ്യഃ. നമോ ധാവദ്ഭ്യശ്ച. വാക്കൗട്ട് നടത്തുന്നവർക്ക് നമസ്കാരം. അതായത് സമഗ്രമായൊരു വീക്ഷണ ഉണ്ടാവുക, കംപ്ലീറ്റ് വീക്ഷണ. യവാഷ്ടമേ മാഷാഷ്ടമേ തിലാഷ്ടമേ മുദ്ഘാഷ്ടമേ ഖൽവാഷ്ടമേ ഗോധൂമാഷ്ടമേ മസുരാഷ്ടമേ പ്രിയങ്കവഷ്ടമേ നവഷ്ടമേ ശ്യാമാകാഷ്ടമേ നിവാരാഷ്ടമേ. സർവവിധ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഉഴുന്ന് പരിപ്പ്, തുവരപ്പരിപ്പ് മുതൽക്ക് എല്ലാത്തിന്റെ പേര് ഇതിനകത്തുണ്ട്. എന്താ കാരണം? പ്രപഞ്ചത്തിന്റെ മൊത്തം അറിവ് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഏകാചമേ തിസ്രശ്ചമേ പഞ്ചചമേ സപ്തചമ നവചമേ ഏകാദശചമേ ത്രയോദശചമേ പഞ്ചദശമേ 1 3 5 7 9 11 അങ്ങനെ 33 വരെ. എന്നിട്ട് അതിന്റെ മുകളിലേക്ക് അങ്ങോട്ട് പോവാണ്. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ വേദത്തിലുണ്ട്. ഏകം ച ദശം ച ദശം ച ശതം ച ശതം ച സഹസ്രം ച സഹസ്രം ച യുധം ച അയുധം ച പ്രയുധം ച പ്രയുധം ച നിയുധം ച നിയുധം ച അർബുദം ച. ഒറ്റ 10 100 1000 10000 ലക്ഷം 10 ലക്ഷം അങ്ങനെ പോകുന്നുണ്ട്. ജോമെട്രിക്കൽ പ്രോഗ്രഷൻ ഇതിനകത്തുണ്ട്. ശീശം ച മേ ശ്യാമം ച മേ ത്രപുശ്ചമേ ഊർജമേ സൂനൃതാചമേ. എല്ലാ മെറ്റലിന്റെ പേരുകൾ ഇതിനകത്തുണ്ട്. മെറ്റലർജി അറിയാമായിരുന്നു. മൃത്തികാചമേ അശ്മാചമേ. വളരെയധികം തരത്തിലുള്ള ചെടികളെ കുറിച്ച്, വനസ്പതയശ്ചമേ ഓഷധയശ്ചമേ, എല്ലാത്തിനെയും കുറിച്ചുണ്ട്. വേദമന്ത്രങ്ങളുടെ സന്ദേശം മുഴുവനും ലോക നന്മയ്ക്കു വേണ്ടി, എല്ലാ മാനവരാശിയുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നിർഭാഗ്യവശാൽ നമ്മളൊരു പദപ്രയോഗം നടത്താറുണ്ട്. ക്രിസ്ത്യൻ മതമൗലികവാദം, the fundamentalism of Christianity, the fundamentalism of Islam, the fundamentalism of Hindu dharma തെറ്റുപറ്റി. എന്താ ഇതിന്റെ വ്യക്തം? ഇസ്ലാം ഫണ്ടമെന്റലിസം, അല്ലാഹു അല്ലാണ്ട് വേറൊരു ദൈവം ഉണ്ടാവരുത്, ഖുർആൻ അല്ലാതെ വേറൊരു ഗ്രന്ഥം ഉണ്ടാവരുത്, അല്ലാഹുവിനെ അല്ലാതെ വധിക്കുന്നവനെ, അല്ലാഹുവിനെ അല്ലാതെ ആരാധിക്കുന്നവനെ എത്രത്തോളം വധിക്കുന്നുവോ അത്രയും നീ അല്ലാഹുവിന്റെ അടുത്ത് ചോദ്യം ചെയ്യാതെ വിശ്വസിക്കണം. യഹോവയല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാവരുത്. യഹോവയുടെ പന്താവ് മാത്രം ശരി, ബൈബിള് മാത്രം സത്യവേദ പുസ്തകം. ഇതാണ് ഫണ്ടമെന്റലിസം. ഹിന്ദുവിന്റെ ഫണ്ടമെന്റലിസം ഞാൻ ഇത്രയും പറഞ്ഞ മന്ത്രങ്ങളാണ്. അതായത് ഒറിജിനൽ വേദത്തിലുള്ളതാണ്. സഹനാവവതു സഹനൗ ഭുനക്തു, ഒറിജിനൽ വേദത്തിലുള്ളതാണ്. ഭദ്രം കർണേഭി ശൃണുയാമദേവ, ഒറിജിനൽ വേദത്തിലുള്ളതാണ്. അസതോമാ സദ്ഗമയ, തമസോമാ ജ്യോതിർഗമയ, മൃത്യോർമാ അമൃതം ഗമയ. തിന്മയിൽ നിന്ന് നന്മയിലേക്ക്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, അതുപോലെ തന്നെ ജീവിത ദുഃഖത്തിൽ നിന്ന് ശാശ്വത സമാധാനത്തിലേക്ക് വേദമന്ത്രാണ്. ഇവിടെ എവിടെയാ ഫണ്ടമെന്റലിസം ഉള്ളത്? ഇവിടെ എവിടെയാ മറ്റുള്ളവരെ എതിർക്കണമെന്നുള്ളത്? ഇവിടെ എവിടെയാ ഞാൻ പറഞ്ഞത് മാത്രം ശരി എന്നുള്ളത്? എവിടെയാ ഹിന്ദുവിന് ഫണ്ടമെന്റലിസം ഉള്ളത്? എവിടെയാ ഭാരതീയർക്ക് മതമൗലികവാദമുള്ളത്? നമ്മളുടെ ഗ്രന്ഥങ്ങൾ 1280 എണ്ണം, വ്യാഖ്യാനങ്ങൾ 10,000, ഉപാഖ്യാനങ്ങൾ 1,00,000. ഒരു ഋഷിയും പറഞ്ഞിട്ടില്ല വേദം പഠിച്ചാലേ സ്വർഗത്തിൽ പോവുള്ളൂന്ന്. ഒരു ഋഷിയും പറഞ്ഞിട്ടില്ല എന്നെ അല്ലാണ്ട് മറ്റൊരുവനെ പൂജിക്കരുതെന്ന്. ഒരു ഋഷിയും പറഞ്ഞിട്ടില്ല ഹിന്ദു ആയാലേ
സ്വർഗത്തിലേക്ക് പോവുള്ളൂ, നരകത്തിലേക്ക് പോവാതിരിക്കുള്ളൂ എന്ന്. ആകാശാത് പതിതം തോയം യഥാ ഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി. ആരെ ആരാധിച്ചാലും പൂജിച്ചാലും ആത്യന്തികമായി പരമമായ സത്യത്തിലേക്ക് എത്തിച്ചെല്ലും എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രത്തിന്റെ അന്തസത്തയെ കേരളീയര് ഫണ്ടമെന്റലിസം, മതമൗലികവാദം എന്ന് പറഞ്ഞ് മുദ്ര കുത്തി. നമ്മുടെ നാടിന് സംഭവിച്ച ഗതികേട്, സ്വാതന്ത്ര്യം കിട്ടി 60 വർഷം കഴിഞ്ഞിട്ടും ഈ നാട് എന്താണെന്ന് പഠിച്ചില്ല. നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഗോപാലകൃഷ്ണൻ പറയുന്നു, സാക്ഷാൽ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് പഴനിയിൽ പോയത് ഭാര്യയ്ക്ക് വേണ്ടിയല്ല. 3 പ്രാവശ്യം അകത്ത് ചെന്ന് പ്രദക്ഷിണം വെച്ച് പൂർണ്ണകുംഭം സ്വീകരിച്ച് സാഷ്ടാംഗം നമസ്കരിച്ച് ശംനോ മിത്രശം വരുണഹ എന്ന വേദമന്ത്രം ചൊല്ലി EMS പുറത്തേക്ക് വന്നിട്ട് KPC അനുജൻ ഭട്ടതിരിപ്പാടിനോട് പറഞ്ഞു, ഈ വേദം പഠിച്ചത് കൊണ്ടാ എനിക്കിങ്ങനെ ആവാൻ സാധിച്ചത് എന്നിട്ട് ആരോടും പറയരുത് ഇത് എന്നും അദ്ദേഹം പറഞ്ഞു. KPC അനുജൻ ഭട്ടതിരിപ്പാട് എന്നോട് തന്നെ നേരിട്ട് പറഞ്ഞതായി വിവരങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മളുടെ ആചാര്യന്മാർ ഇതിനെ നിഷേധിച്ചു, അവഹേളിച്ചു, പുച്ഛിച്ചു, അപകീർത്തിപ്പെടുത്തി, തെറ്റാവർത്തിച്ചു 60 വർഷം. ഇപ്പോഴും അത് ആവർത്തിക്കുന്നു. നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഇതില്ല. പഠിക്കണം എന്ന് പറയാൻ ആരുമില്ല, പഠിപ്പിക്കാൻ ആരുമില്ല. ആരിതിനെ സംരക്ഷിക്കും? കഴിഞ്ഞ ഒരാഴ്ച 19-ാം തീയതി മുതൽ 27-ാം തീയതി വരെ ഋഷികേശിലായിരുന്നു ഞങ്ങള്. അവിടെ ഇന്റർനാഷണൽ ആയുർവേദ സെമിനാർ ഉണ്ടായിരുന്നു. 550 പേര് പങ്കെടുത്തതില് 325 പേര് വിദേശികളായിരുന്നു. 325 പേര് വിദേശികൾ. രാവിലെ വേദത്തെ കുറിച്ചുള്ള ക്ലാസ് ആയിരുന്നു എന്റേത്. അതിരാവിലെ 6-ന് തുടങ്ങും. കൊടും തണുപ്പ്, 5 ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ. ഗംഗയിലെ കാറ്റ് ശക്തിയായിട്ട് അടിക്കുന്നു. ഗംഗാ തീരത്താണത്. ആ ഗംഗയിൽ കുളിച്ചു വന്നിട്ടാണ് ഇവരിവിടെ ഇരുന്നത്. ഈ നാട്ടിലുള്ള നമുക്ക് ഇവിടെ ഉള്ളതെല്ലാം പുച്ഛമാണ്, അവഹേളനമാണ്, അപകീർത്തിപ്പെടുത്തണം. ഇവിടെ ഉള്ളത് പിന്തിരിപ്പൻ. ചിലപ്പോ തോന്നാറുണ്ട്, ഈ നാട്ടിൽ ജന്മം കിട്ടിയ നമുക്ക് ഇത് എന്തുകൊണ്ട് ഉപയോഗിക്കാൻ സാധിച്ചില്ല. ഞാൻ ചിലപ്പോ ചിലരോട് പറയാറുണ്ട്. ഇന്നലെ രാവിലെ കേരള യൂണിവേഴ്സിറ്റിയിലുള്ള പ്രൊഫസർമാർക്ക് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. ക്ലാസ് കഴിഞ്ഞതിനിടയ്ക്ക് ഒരാളൊരു ചോദ്യം ചോദിച്ചു, സാറേ വേദങ്ങളുടെ കാലം കഴിഞ്ഞ് പിന്നെ ബ്രാഹ്മണങ്ങളുടെ കാലമാണല്ലോ സാറേ, അതാണല്ലോ ബ്രാഹ്മണർ ഇത്രയും അഹങ്കാരികളായത്. വെറുതെ ചോദിച്ചു, അങ്ങയുടെ പേരെന്താ? അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു. ഇവിടെ ദേവസ്വം മന്ത്രിയുടെ പേര് തന്നെയാ. അപ്പോ ഇന്നൊരു ചോദ്യം ചോദിച്ചു, എന്താ ഈ ബ്രാഹ്മണങ്ങളെന്ന് അങ്ങ് കേട്ടിട്ടുണ്ടല്ലോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, കേട്ടിട്ടുണ്ട് സാർ, ഞാനൊരു ഹിസ്റ്ററി പ്രൊഫസറാണ്, അത് കാരണം ഞാൻ കേട്ടിട്ടുണ്ട്. തൊഴുതുകൊണ്ട് പറഞ്ഞു, നാരായണ ഗുരുദേവൻ പറഞ്ഞൊരു വരി ഞാൻ ഇവിടെ ആവർത്തിക്കാം. വാദിക്കാനും ജയിക്കാനും ഗോപാലകൃഷ്ണന് താല്പര്യമില്ല. ബ്രാഹ്മണം എന്ന വാക്കിന്റെ അർത്ഥം പ്രോസ് എന്നാണ്, പോയം എന്നല്ല, പ്രോസ്. വേദം ഹൈംസ അല്ലെങ്കിൽ ഹിംസ, വേദമന്ത്രങ്ങൾ HYMNS. അതിന്റെ ഗദ്യഭാഗത്തിന് പറയുന്ന പേരാണ് ബ്രാഹ്മണം. 19 ബ്രാഹ്മണ ഗ്രന്ഥങ്ങളുണ്ട്. ഋഗ്വേദത്തിന്റെ ബ്രാഹ്മണം കൗശിതകി ബ്രാഹ്മണം, സാഖ്യായന ബ്രാഹ്മണം, അതുപോലെ തന്നെ ഐതരേയ ബ്രാഹ്മണം, യജുർവേദത്തിന്റെ ബ്രാഹ്മണം തൈത്തരീയ ബ്രാഹ്മണം, ശതപഥ ബ്രാഹ്മണം. സാമവേദത്തിന് 11 ബ്രാഹ്മണമുണ്ട്. വംശബ്രാഹ്മണം, ജൈമിനീയ ബ്രാഹ്മണം, താണ്ഡ്യ ബ്രാഹ്മണം, പഞ്ചവിംശതി ബ്രാഹ്മണം, ഷഡ്വിംശ ബ്രാഹ്മണം, പ്രൗഢ ബ്രാഹ്മണം. അഥർവവേദത്തിന് ബ്രാഹ്മണമുണ്ട്, ഗോപത ബ്രാഹ്മണം. ഇതാണ് ബ്രാഹ്മണം. ബ്രാഹ്മണനെ കുറിച്ചല്ല പറയുന്നത്. അത് ശരി സാറേ, അപ്പൊ ഞാൻ ഇത്രയും കാലം പിള്ളേരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നൊക്കെ തെറ്റാണല്ലേ? ഇത്രയും കാലമല്ല, ഇനിയും പഠിപ്പിക്കാൻ പോകുന്നത് തെറ്റാ. കാരണം നമ്മൾ ധരിച്ചു ആര്യന്മാർ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വന്നു, എന്നിട്ട് നമ്മളെ ആക്രമിച്ചു. നമ്മളുടെ മെക്കോളെ പ്രഭുവും അതുപോലെ തന്നെ മോൺലിയറും മാക്സ് മുള്ളറൊക്കെ പടച്ചു വെച്ച തിയറി 170 വർഷം കഴിഞ്ഞിട്ടും 170 വർഷം കഴിഞ്ഞിട്ടും നമ്മുടെ തലേന്ന് പോയിട്ടില്ല. നമ്മൾ ഇന്നും അവഹേളിക്കുന്നു. വേദമന്ത്രം നോക്കാം. ശൃണ്വന്തു വിശ്വേ
അമൃതസ്യ പുത്ര ആയേ ധാമാനി ദിവ്യാനി തസ്തു വേദാഹമേദം പുരുഷം മഹാന്തം ആദിത്യവർണം തമസപരസ്താത് തമക്രതു പ്രവതി വിശ്വലോകേ ന പന്ഥ അയനായ വിദ്യതേ. അമരത്വത്തിന്റെ പുത്രന്മാരെ, നിങ്ങൾ അറിവിന്റെ മൂർത്തിമദ്ഭാവമായി തീരുക. ശൃണ്വന്തു വിശ്വേ അമൃതസ്യ പുത്ര ആയേ ധാമാനി ദിവ്യാനി തസ്തു. ദിവ്യങ്ങളായ ഗീതങ്ങൾ ചൊല്ലാൻ വേദാഹമേദം പുരുഷം മഹാന്തം, അറിവിന്റെ മൂർത്തിമദ്ഭാവമാണ് ഞാനെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അത്ര രസകരമായിട്ട് വേദങ്ങൾ പറയുന്നു. അണോരണീയാൻ മഹതോ മഹീയാൻ ആത്മാ ഗുഹായാം നിഹിതോസ്യ ജന്തോ. ഓരോ അണുവിലും ഈ പ്രപഞ്ചത്തിലും സർവചരാചരങ്ങളിലും ജീവാത്മാവിന്റെ രൂപത്തിൽ നിലനിൽക്കുന്ന ആ ചൈതന്യത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. എത്ര ഭംഗിയായിട്ട് വേദങ്ങൾ പറയുന്നു. ഒരു സ്ഥലത്ത് കോൺട്രഡിക്ഷൻ ഇല്ല, ഒരു സ്ഥലത്ത് കോൺഫ്ലിക്റ്റ് ഇല്ല, ഒരു സ്ഥലത്ത് പോലും നെഗറ്റീവിന്റെ സന്ദേശം ഇല്ല. എന്നും കോപ്പറേഷൻ, എന്നും കോംപ്ലിമെന്റിങ്, എന്നും അക്കോമഡേഷൻ, എന്നും ചേർക്കുക, ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള ഈ വേദമന്ത്രങ്ങളൊന്ന് നോക്കുക. ഋഗ്വേദം എന്ന് പറയുന്നത് ഒരു പുസ്തകമല്ല, 25 പുസ്തകമാണ്. യജുർവേദം ഒരു പുസ്തകമല്ല, 108 പുസ്തകങ്ങളാണ്. സാമവേദം ഒരു പുസ്തകമല്ല, 1001 പുസ്തകങ്ങളാണ്. അഥർവവേദം ഒരു പുസ്തകമല്ല, 50 പുസ്തകമാണ്. ഇതിലേതാനും പുസ്തകങ്ങൾ മാത്രമേ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം മൺമറഞ്ഞു പോയി. ഋഗ്വേദത്തിന്റെ 3 ശാഖയേ ഉള്ളൂ, 22 എണ്ണം മിസ് ചെയ്തു. യജുർവേദത്തിന്റെ 16 എണ്ണമേ ഉള്ളൂ, ബാക്കി 84 എണ്ണം പോയി. സാമവേദത്തിന്റെ 4 or 5 ഉണ്ട്, ബാക്കി 996 എണ്ണം പോയി. അഥർവവേദത്തിന്റെ 2 എണ്ണമുണ്ട്, ബാക്കി 48 എണ്ണം പോയി. നമ്മുടെ പൈതൃകം ഗ്രന്ഥരൂപത്തിൽ പോലും പലതും അവൈലബിൾ അല്ല, സന്ദേശ രൂപത്തിൽ അവൈലബിൾ ആണ്. ഇത് പറയുമ്പോൾ ലോകത്തിലെ ഏത് പാർട്ടിക്കാരും കേൾക്കാതിരിക്കില്ല, ഏത് മതക്കാരും കേൾക്കാതിരിക്കില്ല. അതിൻ്റെ തെളിവാണ് നിങ്ങളിങ്ങനെ ഇരിക്കുന്നത്. ഇത്ര നേരമായല്ലോ ഗോപാലകൃഷ്ണൻ പ്രഭാഷണം നടത്തുന്നു. പലതും വിഷയം അത്ര മനസ്സിലാക്കാൻ എളുപ്പമൊന്നുമല്ല. എന്നിട്ട് ഇതിനകത്തും അപ്പുറത്തിരിക്കുന്നവരിൽ ഞാൻ കണ്ണോടിക്കുമ്പോൾ ഒരാൾ പോലും കൂട്ടുവായ വിട്ടതായിട്ട് കണ്ടില്ല, ഒരാൾ പോലും വാച്ച് നോക്കിയതായിട്ട് കണ്ടില്ല. തറക്കേടില്ലാത്ത കാറ്റ് വരുന്നുണ്ട്, നല്ല ഷെയ്ഡുണ്ട്, ഒരു തണുപ്പുണ്ട്. ഉറക്കം വരേണ്ട സമയമല്ലേ? 1.25 മണിക്കൂർ പ്രഭാഷണം നടക്കുമ്പോൾ ആ 1.5-1.25 മണിക്കൂർ പ്രഭാഷണത്തിൽ ശരിക്കും ഉറങ്ങേണ്ട സമയത്ത് നിങ്ങൾ എന്തുകൊണ്ട് ഉറങ്ങിയില്ല? എന്തുകൊണ്ട് ഇങ്ങനെ ഇരുന്നു? പലതും മനസ്സിലാവാതിരുന്നിട്ടും ഇരുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ പൈതൃകത്തിൻ്റെ സന്ദേശങ്ങൾ അത്രയ്ക്കും ഉജ്ജ്വലമാണ്, അത്രയ്ക്കും ഉജ്ജ്വലമാണ്. ശരിക്കും 4 വേദത്തിൻ്റെ സന്ദേശം 4 വാക്കിലൂടെ പറയാവുന്നതേ ഉള്ളൂ. ഋഗ്വേദത്തിൻ്റെ സന്ദേശം പ്രജ്ഞാനം ബ്രഹ്മ, യജുർവേദത്തിൻ്റെ സന്ദേശം അഹം ബ്രഹ്മാസ്മി, സാമവേദത്തിൻ്റെ സന്ദേശം തത്വമസി, അഥർവവേദത്തിൻ്റെ സന്ദേശം അയമാത്മാ ബ്രഹ്മ. വളരെ സിമ്പിളാണ്. പക്ഷെ ഇതിനെ ഒന്ന് വിശകലനം ചെയ്തു പോയാൽ നിങ്ങളുടെ മുമ്പിൽ വെച്ച് 1 വർഷം അമേരിക്കയിലെ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യാനും അതേപോലെ 1 വർഷം കാനഡയിലെ യൂണിവേഴ്സിറ്റിയിൽ പ്രവർത്തിക്കാനും ഭാഗ്യം കിട്ടിയ ബാലകൃഷ്ണൻ എന്ന വ്യക്തി നിങ്ങളോട് പറയുന്നു, ഇന്നത്തെ ബയോകെമിസ്ട്രിക്കും ഇന്നത്തെ ഫിസിക്സിനും ഇന്നത്തെ സ്പേസ് സയൻസിനും ഉത്തരം കിട്ടാത്തത് എവിടെ അന്വേഷിച്ചു പോയാലും ഉത്തരം ലഭിക്കുന്ന ഒരു സ്ഥലമേ ഉള്ളൂ, ഭാരതത്തിൻ്റെ വേദങ്ങൾ. ഭാരതത്തിൻ്റെ വേദങ്ങളിൽ ഇല്ലാത്തതായിട്ടൊന്നുമില്ല എന്ന് ഞാൻ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുന്നില്ല. ഇന്ന് ഉള്ളതിൻ്റെ റൂട്ട്, മൂലം ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് 4 വേദങ്ങൾ, 19 ബ്രാഹ്മണങ്ങൾ, 11 ആരണ്യകങ്ങൾ, 108 ഉപനിഷത്തുക്കൾ, 18 പുസ്തകങ്ങൾ വീതമുള്ള ശിക്ഷ, നിരുക്തം, വ്യാകരണം, ഛന്ദശാസ്ത്രം, കൽപ്പശാസ്ത്രം, ജ്യോതിഷം, 6 വേദാംഗങ്ങൾ, 18 മഹാപുരാണങ്ങൾ, 18 ഉപപുരാണങ്ങൾ, 2 ഇതിഹാസങ്ങൾ, 5 ഉപവേദങ്ങൾ, 6 ദർശനങ്ങൾ. ഒരു 10 ജന്മം പഠിച്ചാലും ഒരംശം പോലും ആവില്ല. ചിലപ്പോൾ ചിലർ വന്നിട്ട് എന്നെ നമസ്കരിക്കാൻ വരാറുണ്ട്, സാറ് വലിയ ജ്ഞാനിയാണ് എന്ന് പറയുമ്പോൾ ഞാൻ അവരോട് ഇംഗ്ലീഷിൽ പറയാറുണ്ട്, യുവർ ഇഗ്നോറൻസ് ഈസ് മൈ ബ്ലിസ്.
യുവർ ഇഗ്നറൻസ് ഈസ് മൈ ബ്ലിസ്. നിങ്ങൾക്കിത് അറിഞ്ഞുകൂടാ എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് തോന്നുകയാണ് ഞാൻ ജ്ഞാനിയാണെന്ന്. എന്നെ പോലൊരു വ്യക്തി 100 ജന്മമെടുത്ത് ഈ ഭൂമിയിൽ വന്ന് ഒന്ന് വായിച്ചു നോക്കാൻ ശ്രമിച്ചാൽ പോലും എത്ര മണിക്കൂർ ഒരു ദിവസം ചെലവഴിക്കണം. മഹാസാഗരം പോലെയുള്ള ഒരു പൈതൃകത്തിൻ്റെ 1/2 ബക്കറ്റ് വെള്ളം കൊണ്ട് നടക്കുന്ന ഒരു ഗോപാലകൃഷ്ണനെ ജ്ഞാനിയാണെന്ന് ധരിച്ച് നമസ്കരിക്കാൻ വരുന്നത് അബദ്ധം. പഠിക്കാനുണ്ട്. അറിവില്ലായ്മ ചിലതൊക്കെ ഞാൻ പറയാറുണ്ട്. തൈത്തരീയ ഉപനിഷത്തൊന്ന് പഠിക്കണം, ശ്വേതാശ്വേതര ഉപനിഷത്തൊന്ന് പഠിക്കണം. അതാദ്യം വായിക്കുമ്പോൾ കരയും. എന്താ കാരണം അറിയോ? ഒന്നും മനസ്സിലാവില്ല. പിന്നെയും ഒന്ന് വായിക്കുക, അപ്പം എന്ത് മനസ്സിലാവും? ഒന്നും മനസ്സിലായില്ലെന്ന് മനസ്സിലാവും. പിന്നെയും ഒന്ന് വായിക്കുക, അപ്പം ഒന്ന് മനസ്സിലാവും. എന്താ മനസ്സിലാവുക? ഇത് മനസ്സിലാക്കേണ്ടതായിരുന്നു എന്ന് മനസ്സിലാവും. അപ്പോഴും മനസ്സിലാവില്ല, മനസ്സിലാക്കേണ്ടതായിരുന്നു എന്ന് മനസ്സിലാവും. പിന്നെയും ഒന്ന് വായിക്കുക, അപ്പം മനസ്സിലാവും. എന്താ മനസ്സിലാവുക? ഇത് മനസ്സിലാക്കാനേ പറ്റില്ല എന്ന് മനസ്സിലാവും. 6ാമത്തെ പ്രാവശ്യം വായിക്കുമ്പോൾ മനസ്സിലാവും. ഇങ്ങനെ പോയാൽ ഇത് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് ഇനിയും പഠിക്കണം എന്ന് മനസ്സിലാവും. പിന്നെ പഠിക്കാൻ തുടങ്ങും. അതിലെ ഓരോ വാക്കുകൾ, വരികൾ, സന്ദേശങ്ങൾ ഈ നാടിൻ്റെ പൈതൃകത്തിൽ ഈ സന്ദേശമുള്ളത് കൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ നിങ്ങളോട് പറയുന്നു. 49 സംസ്കാരം ഈ ഭൂമുഖത്തുണ്ടായിരുന്നു. 48 ചത്തു മണ്ണടിഞ്ഞു. ഈ സംസ്കാരം മാത്രം മരിച്ചില്ല. എന്താ കാരണം? 49-ൽ 48 പോയി, ഇത് മാത്രം നശിച്ചില്ല. കാരണം പ്രപഞ്ചത്തിൽ ആധ്യാത്മികം, ആദി ഭൗതികം, ആദി ദൈവതം 3ഉം ചേർത്ത് സന്ദേശം നൽകിയ ലോകത്തിലെ ഒരേ ഒരു ധർമ്മം 955 വർഷം വിദേശികൾ ആക്രമിച്ച് കൊന്നു കുഴിച്ചു മൂടി തകർക്കാൻ ശ്രമിച്ചിട്ടും ഭാരതം ചത്തില്ല, ഭാരതം മരിച്ചില്ല. കാരണം ഭാരതം നിലനിൽക്കേണ്ടത് ലോകത്തിൻ്റെ ആവശ്യമാണ്. ഭാരതം നിലനിൽക്കേണ്ടത് ലോകത്തിൻ്റെ ആവശ്യമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഏത് പാർട്ടിക്കാരാവട്ടെ, നിങ്ങൾ ഏത് മതക്കാരാവട്ടെ, സനാതന ധർമ്മം അത് വളർത്തണം, വളരണം. നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരനായി തുടരുക. എന്നിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അകത്ത് മാറ്റം ഉണ്ടാക്കാം. നിങ്ങൾ കോങ്കിയാണെങ്കിൽ, കോങ്കി എന്ന് വെച്ചാൽ CONGI, കോൺഗ്രസ് ഐ ആണെങ്കിൽ നിങ്ങൾ അതിൽ മാറ്റം ഉണ്ടാക്കാം. മാറേണ്ട ആവശ്യമൊന്നുമില്ല. അതിനാ നിങ്ങൾ BJPക്കാരാണെങ്കിൽ BJP തന്നെ ഇരിക്കാം, എന്നിട്ട് അതിനകത്ത് മാറ്റം ഉണ്ടാക്കാം. ഒന്നുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, സനാതന ധർമ്മത്തിൻ്റെ ജനങ്ങൾ മതം മാറിപ്പോകുന്നു. അവരെ തിരിച്ചു കൊണ്ടുവരേണ്ടത് നമ്മളുടെ ദൗത്യം, നമ്മുടെ ധർമ്മം. അവർ തിരിച്ചു വന്ന് അമ്പലത്തിലേക്ക് വരാൻ തയ്യാറാണെങ്കിൽ 2 കൈയും നീട്ടി സ്വീകരിക്കേണ്ടത് അത്യാവശ്യം. ഒരു കാരണവശാലും അവിടെ വാദിക്കാനും ജയിക്കാനും ഒന്നും നിൽക്കരുത്. സർവരെയും തിരിച്ചു കൊണ്ടുവരണം. ഈ ക്ഷേത്രവും ഈ ക്ഷേത്രത്തിലെ ഭക്തരും ഈ ക്ഷേത്രത്തിലെ ഭാരവാഹികളും വലിയ യജ്ഞമായി എടുക്കണം. ധാരാളം ക്രിസ്ത്യാനികളുണ്ട്. 10,000-കണക്കിന് ക്രിസ്ത്യാനികൾക്ക് മനസ്സിലായി തുടങ്ങി ബൈബിളിൽ ഒന്നുമില്ല, അതൊരു കഥാപുസ്തകമാണ്. ഇനി നല്ലത് അന്വേഷിച്ച് അവരിങ്ങോട്ട് വരാൻ തുടങ്ങി. 2 കയ്യും നീട്ടി സ്വീകരിക്കണം. ധാരാളം മുസ്ലിങ്ങൾ, ഞാൻ അറിഞ്ഞുകൊണ്ട് പറയുകയാണ്, ധാരാളം മുസ്ലിങ്ങൾക്ക് മനസ്സിലായി ഖുർആനിൽ കാര്യമായിട്ടൊന്നുമില്ല, വലിയ ഗാധമായ സന്ദേശമില്ല. അവരിതെല്ലാം പഠിക്കാൻ തുടങ്ങി. 2 കയ്യും നീട്ടി അവരെ സ്വീകരിക്കാൻ സാധിക്കണം. ഭാരതത്തിലെ സനാതന ധർമ്മത്തിന്റെ അകത്തേക്ക് വരുമ്പോൾ 33 കോടി ദേവന്മാരുടെ കൂട്ടത്തില് ഒരു യേശുക്രിസ്തുവിനെയും ഒരു അള്ളാഹുവിനെയും ഒരു യഹോവയെയും ഒരു മുഹമ്മദ് നബിയെയും ചേർക്കാനൊന്നും നമുക്കൊരു വിഷമമില്ല. 33 കോടിയുടെ കൂട്ടത്തിൽ ഇതും കിടക്കട്ടെ. 33 കോടിയാൻ്റെ 1, 33 കോടിയാൻ്റെ 2. എന്താ കുഴപ്പം? 1250 പുസ്തകവും 10,000 വ്യാഖ്യാനങ്ങളുടെയും കൂട്ടത്തില് ഒരു ബൈബിളും ഒരു ഖുറാനും കൂടി കിടക്കട്ടെ, പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് അവരെ ഈ ധർമ്മത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടത് നമ്മളുടെ ആവശ്യമാണ്. സ്വീകരിക്കണം, കൊണ്ടുവരണം. സനാതന ധർമ്മത്തെ വളർത്തണം, വളരണം, ഉയരണം. അത്രയും ഉജ്ജ്വലമായ സനാതനധർമ്മം നിലനിൽക്കേണ്ടത് ലോകത്തിന്റെ ആവശ്യമാണ്. ഇന്ന് കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ മാസം അമേരിക്കയിലേക്ക് പോകാൻ ഭാഗ്യം കിട്ടിയിരുന്നു. അതിന് തൊട്ട് മുമ്പ് ഇംഗ്ലണ്ടിൽ പോയിരുന്നു. അടുത്ത മാസം മിഡിൽ ഈസ്റ്റിലേക്കും ജർമ്മനിയിലേക്കും പോകാനൊരു ഭാഗ്യമുണ്ട്. അവിടെ എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഭാരതത്തിന്റെ സംഗീതം, ഭാരതത്തിന്റെ യോഗ, ഭാരതത്തിന്റെ ആയുർവേദം, ഭാരതത്തിന്റെ വേദഗണിതം, ഭാരതത്തിന്റെ വേദങ്ങള്, ഭാരതത്തിന്റെ സംസ്കൃതം, ഭാരതീയമായ ഉപനിഷത്തുക്കള്, ഭാരതത്തിന്റെ ഭഗവത്ഗീത, ഭാരതത്തിന്റെ സസ്യാഹാരം, ഭാരതീയമായ സർവ്വതും 2 കൈ നീട്ടി സ്വീകരിക്കാൻ ആ രാജ്യത്തിലെ ജനങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അതിൻ്റെ അവകാശികളായ ഞാനും നിങ്ങളും അത് പഠിക്കണം.
പഠിപ്പിക്കണം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് ചെറിയൊരു ചാരിറ്റബിൾ ട്രസ്റ്റാണ്. ഒറ്റ ലക്ഷ്യം, ഈ ഭാരതത്തിലുള്ള അറിവ് സീഡികളായും പുസ്തകങ്ങളായും ബ്രോഷറുകളായും ലോകത്തിന്റെ മുമ്പിൽ എത്തിക്കാം. ഒന്നിനും കോപ്പിറൈറ്റ് ഇല്ല, ഒന്നിനും കോപ്പിറൈറ്റ് ഇല്ല. നിങ്ങളുടെ കയ്യിൽ കിട്ടിയ CD-യും VCD-യും കോപ്പി എടുത്ത് 10,000-കണക്കിന് കൊടുക്കാം. ആലപ്പുഴ ജില്ലയില് ഞങ്ങളുടെ കോർഡിനേറ്റർ ശ്രീ ഗോപാലകൃഷ്ണൻജി ഇവിടെയുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിൽ എല്ലാ CD ഉണ്ട്. ഗോപാലകൃഷ്ണൻജി വാസുദേവ വിലാസം ഹോട്ടലാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഹോട്ടല്. നമ്മുടെ കോടതിയുടെ തൊട്ടപ്പുറത്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ വീട്. എല്ലാത്തിനും അദ്ദേഹത്തിനെ കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് അവിടെ എത്തും. അരമണിക്കൂർ സമയത്ത് ഈ ബുക്സ് ഇവിടെ ഉണ്ടാവും. ഒറ്റ ലക്ഷ്യം, 2010 ഡിസംബർ 31 10 കോടി ജനങ്ങളിലേക്ക് സന്ദേശം എത്തിക്കണം. നിങ്ങൾ കൂടെ ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതേപോലെ നിങ്ങൾ തൃശ്ശൂരിലേക്കോ ഗുരുവായൂരിലേക്കോ വരികയാണെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് പോകുന്ന വഴിക്ക് കൈപ്പറമ്പിനും കേച്ചേരിക്കുമിടയ്ക്ക് മഴുവഞ്ചേരി എന്നൊരു സ്ഥലമുണ്ട്. ചെറിയൊരു സ്റ്റോപ്പാണ് മഴുവഞ്ചേരി. അവിടെ നാഷണൽ ഹെറിറ്റേജ് സെന്റർ ഉണ്ട്. 10 ഏക്കർ സ്ഥലത്ത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ എല്ലാ കർമ്മങ്ങളും അവിടെ ചെയ്യുന്നുണ്ട്. അവിടെ ശിവരാത്രി തീർത്ഥാടനം നാളെ 2-ാം തീയതി മുതൽക്ക് 5-ാം തീയതി വരെ 10,000-കണക്കിന് ആൾക്കാർ വരുന്നതാണ്. എല്ലാം അൾട്രാ മോഡേൺ ആയിട്ട് ചെയ്യുന്നുണ്ട്. പിതൃതർപ്പണം നടത്തിക്കാറുണ്ട്. കർക്കിടകത്തിലെ കറുത്ത വാങ്ങി കഴിഞ്ഞ പ്രാവശ്യം 7,000 പേരുണ്ടായിരുന്നു. അത് എല്ലാ വർഷവും കൂടിക്കൂടി വരികയാണ്. ഇവിടെയും നിങ്ങളിതൊക്കെ ചെയ്യണം. എങ്ങനെയാണ് ഇതെല്ലാം ആചരിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കാനുള്ളൊരു കേന്ദ്രം, നല്ല സ്കൂളുണ്ട്, നല്ല കമ്പ്യൂട്ടർ കോളേജ് ഉണ്ട്. അവിടെ തന്നെ വൊക്കേഷണൽ ട്രെയിനിങ് കോളേജ് ഉണ്ട്. മഴുവഞ്ചേരി മഹാദേവ ക്ഷേത്രം അമ്പലമുണ്ട്. മോഡേൺ ലൈബ്രറിയും ഏൻഷ്യന്റ് ലൈബ്രറിയും ഉണ്ട്. നാഷണൽ ഹെറിറ്റേജ് സെന്റർ ഉണ്ട്. എല്ലാ സൗകര്യവും ഉണ്ട്. ഈ ശിവരാത്രി നാളെ മുതൽക്ക് ആരംഭിക്കുന്ന ശിവരാത്രി ചതുർദിന തീർത്ഥാടനത്തിന് എന്തെങ്കിലും സാധിക്കുകയാണെങ്കിൽ വരിക. തൃശ്ശൂരിൽ വന്ന് പ്രൈവറ്റ് ബസ്സിൽ കയറിയിട്ട് മഴുവഞ്ചേരി പോകുമെന്ന് ചോദിച്ചാൽ അതിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിറക്കും. 10 അടി പോലും നിങ്ങൾ നടക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ മുമ്പിൽ തന്നെ ആണ്. 10 അടി കൂടുതൽ നടക്കണം, 60 അടി നടക്കണം. ഒരിടവഴി കൂടെ അകത്തേക്ക് കയറിയാൽ ശരിക്ക് വളരെ ഉജ്ജ്വലമായിട്ടുള്ള ആ സ്ഥലത്തേക്ക് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് പുസ്തകങ്ങളും CD-കളും കോപ്പിയെടുത്ത് പരമാവധി ജനങ്ങൾക്ക് എത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വേദമന്ത്രങ്ങളെ കുറിച്ച് പറഞ്ഞത് എല്ലാവരും ഓർമ്മിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അനാദിയാണ്, അപൗരുഷേയമാണ്, നന്മ നിറഞ്ഞതാണ്. ഇത് കാലഘട്ടത്തിൽ എഴുതി നിറഞ്ഞൂടാ. കൃഷ്ണദ്വൈപായനം ചെയ്തത് എന്താണെന്നറിയാം, നന്മ നിറഞ്ഞത്. അതുപോലെ വേദവും പുരാണവും ഇതിഹാസവും തമ്മിലുള്ള വ്യത്യാസം എല്ലാം വിവരിക്കേണ്ടായി. നിറഞ്ഞ ഹൃദയത്തോടുകൂടി എല്ലാവർക്കും പ്രണാമം. നമസ്കാരം.